ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ഓരോ പ്രതിസന്ധി കഴിയുമ്പോൾ വരുന്നതെന്ന് നാം ചിന്തിക്കാം. പലപ്പോഴും ഈ തീച്ചൂളയുടെ കാഠിന്യം കൂടുന്നത് പോലെ തന്നെ നമുക്ക് തോന്നാം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിനകത്തൊരു വാക്യമുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. യെസ്, അത് നിങ്ങളുടെ മുൻപിലായിരിക്കുന്ന ക്ലോസ് ഡോർസ് ആയിരിക്കാം, അത് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന റിജക്ഷൻസ് ആയിരിക്കാം, ഹാർട്ട് ബ്രേക്സ് ആയിരിക്കാം, എന്ത് തന്നെ ആയിരിക്കട്ടെ, യു നെയിം ഇറ്റ്, അത് സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പക്ഷേ ഇറ്റ് കംസ് വിത്ത് എ കണ്ടീഷൻ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ പിറുപിറുക്കാതെ അതിനകത്ത് ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുമെങ്കിൽ, യോശുവയും കാലേബും പറയുന്നത് പോലെ ഈ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതിന്മേൽ നാം ചാടിക്കടക്കും, ഈ പ്രതിസന്ധികളിൽ മേൽ നാം വി വിൽ ഓവർകം ദിസ്. പക്ഷേ പലപ്പോഴും ഈ പ്രതിസന്ധികൾ ഒട്ടനവധി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം നിരാശപ്പെടാം. ദെയർ വിൽ കം ഡിസപ്പോയിൻമെൻറ്റ്സ്, ദെയർ വിൽ കം ഡിസ്കറേജ്മെൻറ്റ്സ്. പക്ഷേ ഒരിക്കലും അതിന് വഴി കൊടുക്കാതെ വചനത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രോമിസ് വാക്യം ഒന്നും കൂടെ കരങ്ങളിൽ പിടിച്ച് ദൈവത്തോട് ഒന്നും കൂടി പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ ട്രയൽ പീരീഡ് അതൊരിക്കലും വെറുതെ ആവത്തില്ല. ഇന്നത്തെ ഈ ജനറേഷന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത വരുന്നൊരു തലമുറയ്ക്ക് ദൈവം അതൊരു സാക്ഷ്യമാക്കി മാറ്റും, ദൈവം അതൊരു സീഡാക്കി മാറ്റും, ദൈവം അതൊരു അനോയിൻറ്റിംഗ് ആയി മാറ്റും. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. ബൈ ബൈ.